Right. Somebody read in King James, please. By him, therefore, let us offer the sacrifice of praise to God, certainly that is the fruit of our lips, giving thanks to His name. Yeah. The fruit of our lips we are to bring unto our God. അതരത്തിന്റെ ഫലമാണ് ദൈവത്തിന്റെ സന്നിധി നമ്മൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത്. Yeah, so when we come to the new covenant worship, or when we come in the new covenant house of God, we do not bring any more natural animals, but we bring unto God spiritual sacrifices, even the fruit of our lips. പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ സഭയില് പുതിയ നിയമ സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ ചെയ്തതുപോലെ മൃഗങ്ങളെ ഒന്നുമല്ല ആവശ്യം, പിന്നെയോ ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ, ആത്മീയ യാഗം കഴിക്കുവാനുള്ള അധരബലം എന്ന സ്തോത്രം ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. We bring unto God fruit of our lips. നമ്മുടെ അധരങ്ങളുടെ ഫലം ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. Do you know that when we come to the house of God, we need to come with a real gladness in our hearts. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല സന്തോഷത്തോടെ വേണം നിങ്ങൾ വരാൻ. What is David saying about it? ദാവീദ് എന്താണ് പറയുന്നത്? I was glad when they said unto me, let us go unto the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. The psalmist says that he was glad when people said, let us go unto the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് ദാവീദിനോട് ആൾക്കാർ പറഞ്ഞപ്പോൾ ദാവീദിന് ഹൃദയത്തിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. He was very happy to go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ അവൻ വളരെ സന്തോഷമുള്ളവനായിരുന്നു. Today we see many people people go to the house of God murmuring and complaining and lot of things. വെറുത്തും പരാതി പറഞ്ഞും വാട്ടിയ മുഖത്തോടെയും ക്ഷീണിച്ച് നടന്നു നോക്കിയാ പലരും ദൈവത്തിന്റെ ആലയത്തേക്ക് പോകുന്നു. But we need to be a different brand of people. എന്നാൽ നാം അതിൽ നിന്ന് വ്യത്യസ്തമായ ജനമായിരിക്കണം. Yeah, we need to come to the house of God with such gladness in our hearts. നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം സന്തോഷത്തോടെ വേണം ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ. Where are we going? കാരണം എവിടെയാണ് നമ്മൾ പോകുന്നത്? We are coming to meet with our eternal God. നിത്യനായ ദൈവത്തെ സന്ധിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നത്. Many times we Christians have failed to reflect the reality of the Bible to the people. വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രതിഫലിപ്പിക്കാൻ നമ്മൾ ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. We see that we have represented Christ in a very bad way to the Gentiles, to the world outside. ലോകത്തിലെ ജാതികളുടെ മുമ്പാകെ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന വഴി തന്നെ അല്ലെങ്കിൽ രീതി തന്നെ വളരെ തെറ്റായ രീതിയാണ്. Some people go to the worship like as they go to the dentist clinic. ചില ആൾക്കാർ ദൈവാലയത്തിലേക്ക് പോകുന്നത് ഈ പല്ലെടുക്കുന്ന ഡോക്ടറെ എടുക്കാൻ പോകുന്നവരാണ് പോകുന്നത്. Have you seen somebody sitting in dentist clinic? നിങ്ങൾ ഈ പല്ല് എടുക്കുന്ന ഡോക്ടറെ എടുക്കുന്ന ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ? Very sad. വളരെ മിണ്ടാവാതെ. Now we don't come to the house of God like that. നാം ദൈവസന്നിധിയിൽ അങ്ങനെയല്ല വരേണ്ടത്. We come to the house of God with a real gladness upon our hearts. നമ്മുടെ ഹൃദയത്തിൽ നല്ല സന്തോഷത്തോടെ വേണം ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ വരുവാൻ. 7 days, the 6 days we have labored, and the 7th day we are joyful to come to the house of God and celebrate His goodness. 6 ദിവസം നാം വേല ചെയ്ത് 7ാം ദിവസം ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ നാം അത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കണം. Are you happy enough to come to the house of God? നിങ്ങൾ ദൈവസന്നിധി വരുവാൻ തക്കവണ്ണം വളരെ സന്തോഷമുള്ളവരാണ്. This is something that should be outstanding, in your life, and people should see that in our life. നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇതായിരിക്കണം, മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നതായിരിക്കണം. Many people, they look at the moving clouds, the weather, the wind blowing, then they finally decide should they go to the house of God. ചില ആൾക്കാർ ഈ മേഘം അങ്ങോട്ട് പൊന്തുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് തടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അസ്വസ്ഥത തോന്നിയാൽ ആലയത്തിലേക്ക് പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്യും. Maybe they will ring up the weatherman and then decide to go to the house of God. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, എന്നിട്ട് തീരുമാനിക്കുള്ളൂ പോകണോ. But we need to be a different people. We need to be a people who are caught up with this God, and we want to come together to offer unto God fruit of our lips, a spiritual sacrifice. നാം അതിന് വ്യത്യസ്തമായ ദൈവത്തിന്റെ കാര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആത്മീയയാഗം കഴിക്കുവാനായിട്ട് അധരപരവുമായിട്ട് വരുന്നവരായിരിക്കണം. Praise God. That's a reality, beloved people of God. പ്രിയമുള്ളവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. It's a reality. ഇതൊരു യാഥാർത്ഥ്യമാണ്. That we can come to the house of God with gladness and joyfulness in our hearts and praise our wonderful God. സ്തുതിയോടും സന്തോഷത്തോടും
പിന്നെ ആനന്ദത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. Now let me tell you one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ, The spiritual sacrifice unto God, ദൈവത്തിനുള്ള ആത്മീയ യാഗം എന്ന് പറയുന്നത് it can fall into two categories. ഇത് രണ്ട് വിധത്തിലുണ്ട്. Listen carefully. ശ്രദ്ധിച്ച് കേൾക്കണം. Our spiritual sacrifice can be an offering and it can also be a sacrifice. ആത്മീയ യാഗം എന്ന് പറയുന്നത് യാഗവും വഴിപാടുമാവാം. വഴിപാടും യാഗവുമാകാം. There is difference between offering and sacrifice. യാഗവും വഴിപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. Yeah. Okay. Keep your heart open. ഹൃദയം തുറന്നിരിക്കുക. You know, when you are filled with gratitude and where there is gladness, you would like to offer something to God. Keep നിങ്ങൾ offering. ഹൃദയത്തിൽ സന്തോഷമുള്ളവർ ആനന്ദമുള്ളവരായിരിക്കുമ്പോൾ ചില വഴിപാട് ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടും. You love to bring to the Lord and give to the Lord. ദൈവത്തിന് വേണ്ടി ചിലത് കൊണ്ടും ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായിരിക്കും. വഴിപാട്. We see that in our lives. നമ്മുടെ ജീവിതം നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ടല്ലോ. Several times when our hearts are filled with joy and gladness, yeah, we would like to offer to God everything, you know. നമ്മുടെ ഹൃദയം അപ്പോൾ സന്തോഷമുള്ളതായ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിന് ഇങ്ങനെ വഴിപാട് അർപ്പിക്കുവാനായിട്ട് വളരെ താല്പര്യമുള്ളവരായിരിക്കും. Yeah, that is called offering unto God. അതാണ് ദൈവത്തിനുള്ള വഴിപാട് എന്ന് പറയുന്നത്. You know, we joyfully and without any restriction, without any pain, we just give unto God as much as we would like to give. ഒരു വേദനയുമില്ലാതെ ഒരു പ്രയാസവും കൂടാതെ സന്തോഷത്തോടുകൂടെ അഥവാ ദൈവത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വഴിപാട് എന്ന് പറയുന്നത്. We are to do like that when we come to the house of നാം God. ദൈവസേന ഒരുമിച്ച് കൂടുമ്പോൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. But we know when we were in our old churches, നമുക്കറിയാം നമ്മുടെ പഴയ സഭകളിലൊക്കെ when we look at the church world today, ഇന്നത്തെ ഈ ചർച്ച സഭാ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ you know, people and their praises have become something so dead in these days. ഈ ദിവസങ്ങളിൽ അവിടെ ആ സ്തുതികളും ആരാധനകളും ഒക്കെ വളരെ ചത്തുപോയത് നമുക്ക് കാണാൻ സാധിക്കും. We sing a song standing up, നമുക്ക് ഒരു പാട്ട് നിന്നുകൊണ്ട് പാടാം, then the next song sitting, അടുത്ത പാട്ട് ഇരുന്നുകൊണ്ട്, then the next song maybe standing or sitting. അടുത്ത പാട്ട് ഇരുന്ന് നിന്നും ഒക്കെ പാടാം. Yeah, and we see that is not the true praise. അതല്ല യഥാർത്ഥ സ്തുതി എന്ന് പറയുന്നത്. You know, we have man-centered programs today. ഇന്ന് വാസ്തവത്തിൽ മനുഷ്യ കേന്ദ്രീകൃതമായ പരിപാടികളാണുള്ളത്. Now suppose if we would like to have a meeting, ഉദാഹരണമായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാകണമെന്ന് വിചാരിച്ച് നമ്മൾ നടത്തണമെന്ന് വിചാരിച്ചാൽ what are the things that we normally look for? സാധാരണഗതിയിൽ നമ്മൾ എന്തൊക്കെ ഘടകങ്ങളെയാണ് നോക്കാറുള്ളത്? Building, yeah. Is it accessible for the people? മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റിയതാണോ? എല്ലാവർക്കും ബസ്സിൽ ഒന്ന് ചേരാൻ പറ്റിയതാണോ? And number 2, we look for, yeah, the timing, is it suitable for man? സമയവും മനുഷ്യർക്ക് പിന്നെ യോജിക്കുന്നതാണോ? And the arrangements of chair. കസേരകളുടെ അറേഞ്ച്മെന്റ്സ് ക്രമീകരണം. We can see that almost 1 to Z or 1 to 10, everything is for convenience of man. ഒന്നു മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. It's a sad today. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്. Where do we see? And we got to be a people open and willing for change. നാം തുറന്ന ഹൃദയമുള്ളവരും തിരുത്തലിന് തയ്യാറാകുന്നവരുമായിരിക്കണം. We need to consult. We need to look at God's convenience also. ദൈവത്തിന്റെ സൗകര്യം കൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. We need to look at the Lord. We need to look at His burden. We need to look at His heart at the times that when we gather together. നാം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ താല്പര്യവും വളരെ ഗൗരവമായി നോക്കണം. എല്ലാം നമ്മൾ കണക്കിലെടുക്കണം. That's very important for us. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. Because then we know that we give Him the headship and the preeminence. അങ്ങനെയെങ്കിൽ മാത്രമേ നാം അവന് സർവാധിപത്യം കൊടുക്കുന്നതല്ലെങ്കിൽ അവന്റെ രാജ്യത്വം അവന് അധികാരം കൊടുക്കുന്നത്. Many places praise and worship has become a place of entertainment today. ഇന്ന് ഈ സ്തുതി ആരാധന എന്നൊക്കെ പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ entertainment, everybody understand. Entertainment. It has become a place of entertainment. ഇന്ന് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. Yeah, we see therefore somebody will come and say, now so and so will give a special number. ഇപ്പോൾ ഇന്ന ആള് ഒരു സ്പെഷ്യൽ ആയിട്ട് പാട്ട് പാടുന്നതായിരിക്കും. That man or that woman will show all the flesh and all the abilities
he or she has got according to the world. ലോകപരമായിട്ട് അവൾക്കോ അവനോ ലഭിച്ചതായിരുന്ന മുഴുവൻ കഴിവുകളും പ്രകടിപ്പിക്കുവാൻ അവളുടെ ജഡങ്ങളെല്ലാം അവൾ In the New ഉയർന്നു. Testament, we never see a man doing gospel work by music. പുതിയ നിയമത്തില് ഒരൊറ്റ വ്യക്തി പോലും പാട്ടിലൂടെ സുവിശേഷം അറിയിച്ചത് കാണുന്നതില്ല. We never see even David doing gospel work through playing of the harp. പിന്നെ വീണ അടിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചതായിട്ട് ദാവീദ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. But we see when David began to play the harp, the evil spirit that troubled Saul left him. Praise God. നമുക്ക് കാണാൻ സാധിക്കും വീണ വായിച്ചതായുള്ള സമയത്ത് ശൗലിന്റെ മേലുണ്ടായിരുന്ന ദുരാത്മാവ് അവനെ വിട്ടുപോയി എന്ന് കാണാൻ സാധിക്കും. Such a tremendous presence of God came down when David began to sing unto the Lord with his instrument. But he was not giving special number. ദാവീദ് ഉപകരണത്തോടുകൂടെ പാട്ട് പാടിയ അതല്ലാതെ David, the guitarist, casting out demons in Bangalore. ദാവീദിനെ പോലെ ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അടുത്ത നോട്ടീസ്. ദാവീദ് ഗിറ്റാർ അടിച്ചുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. All are welcome. But David never did that. David never did that. ദാവീദ് അങ്ങനെ ചെയ്തതേയില്ല. Beloved, we need to know today's Christian world has become an entertainment today. ഇന്ന് പ്രിയമുള്ളവരെ ക്രിസ്തീയ ലോകമെന്ന് പറയുന്നത് മറ്റുള്ള ഉല്ലാസഭരിതരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. Our praises, our times of worship should not become a place of entertainment and exposition of the abilities of men. മനുഷ്യന്റെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനോ Our times of praise and worship should not become a time and place of exposition of the flesh. ജഡത്തെ പ്രകടമാക്കുന്ന ഒരു സമയമല്ല നാം ഒരുമിച്ച് കൂടുന്നതിൽ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന സമയം എന്ന് പറയുന്നത്. Now we need to bring unto God offerings and sacrifices. നാം ഒരുമിച്ച് കൂടുമ്പോൾ ആ വഴിപാടും യാഗവും ദൈവത്തിന് Let അർപ്പിക്കേണ്ടതായിരുന്നു. me ask you one thing. ഞാൻ ഒരു കാര്യം What ചോദിക്കട്ടെ. do we normally see today in many churches? അനേക സഭകളിൽ നമ്മൾ എന്താ കാണുന്നത്? Yeah, we would like to have a real spiritual judgment. നമുക്ക് തീർച്ചയായും ഒരു ആത്മീയ വിധി നടത്തിയേ പറ്റുകയുള്ളൂ. Yeah, the Bible says that we need to judge, have a righteous judgment. നീതിയുള്ള വിധി വിധിപ്പിന് വേദം നമ്മളോട് പറയുന്നുണ്ട്. So a spiritual man judges all things. അതുകൊണ്ട് ഒരു ആത്മീയ സകലവും വിധിക്കും. We need to know the right from the wrong. ശരിയായ തെറ്റിൽ നമ്മൾ വിവേചിച്ചറിഞ്ഞാൽ പറ്റുകയുള്ളൂ. We can see almost everywhere, whether it is Pentecostal or the traditional church. പാരമ്പര്യമായ സഭയായാലും പെന്തക്കോസ്ത് സഭയായാലും എല്ലാവരും നമ്മൾ കാണുന്നു. Yeah, in one church we see song number 10, 14, 15. ഒരു സ്ഥലത്ത് നമ്മൾ കാണും പാട്ട് നമ്പർ 14, 15, 16. That's all. Only 3 songs are allowed. 3 പാട്ട് അനുവദിക്കപ്പെടുന്നു. Not more than that. അത് കൂടുതൽ പറ്റില്ല. Yeah, but if we go to the other churches, ഇങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ then we see there somebody sits with a drum. ഒരാള് ഡ്രമ്മുമായിട്ടിരിക്കുന്നു. And he starts slowly and goes faster and faster and faster. ചെറുക ആരംഭിക്കും, പിന്നെ ട്രെയിൻ പോകുന്ന പോലെ പോകാൻ തുടങ്ങും. So all these are happening. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. And then they begin to jump around. അതിനുശേഷം എല്ലാവരും കുലുക്കാനായിട്ട് തുടങ്ങും. And then boom. Cut off. ഒരൊറ്റ അടി അടിക്കും. അതിന്റെ അർത്ഥം നിർത്താനാണ്. Holy Spirit, you can move out now from the scene. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഈ ഡ്രം അടിച്ച സമയം വരെ നിനക്ക് ഇവിടെ അനുവാദമുണ്ട്, നീ വെളിയിൽ പോകണം. Then afterwards, അതിനുശേഷം special number. പ്രത്യേക പാട്ടുകൾ. Then a testimony. പിന്നെ ബലഹീന സാക്ഷ്യങ്ങൾ. Weak testimonies, brother. And then afterwards, a short message of 20 minutes. അതിനുശേഷം 20 മിനിറ്റിന്റെ ഒരു ചെറിയ മെസ്സേജും. അത് നമ്മൾ പ്രൈസ് ലോ. ആരാധന ഭയങ്കരമായിരുന്നു കേട്ടോ. That is not worship. We need to know. അതല്ല യഥാർത്ഥ ആരാധന. നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. It's not worship. അത് ആരാധനയല്ല. And if we are going to do the same thing in a different house, what is the difference? അതേ കാര്യം വേറൊരു വീട്ടിൽ പോയിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യത്യാസം എന്താണ്? I don't know. We need to be a different people. Praise God. നാം ഒരു വ്യത്യസ്തമായ ജനമായിരിക്കും. We are called out to be a peculiar people, a royal priesthood unto our God. Hallelujah. നാം ഒരു വിശുദ്ധ ജനവും ഒരു രാജകീയ പുരോഹിത വർഗവുമാകുവാനായിട്ടാണ് നമ്മൾ And വിളിച്ചിരിക്കുന്നത്. I'm sure when you and I will begin to worship the Lord in spirit and in reality, there are those who shall see it and will know the presence of God and will come.
പിന്നെ ഞാൻ നിങ്ങളും യഥാർത്ഥത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ Yeah. യാഥാർത്ഥ്യം അന്വേഷിക്കുന്ന വ്യക്തി യാഥാർത്ഥ്യം കാണുകയും നിങ്ങളോട് വന്നു ചേർന്ന് ആരാധിക്കുകയും ചേർക്കപ്പെടുകയും Oh, ചെയ്തതാണ്. hallelujah. We are to bring unto God offerings. പ്രിയമുള്ളവരെ, നാം തീർച്ചയായിട്ടും ദൈവത്തിന് യാഗങ്ങളെ We കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. need to bring വഴിപാട് offerings. വഴിപാട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. Yeah, we need to always bring unto the Lord offerings. നാം എപ്പോഴും ദൈവത്തിന് വഴിപാട് We have കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. to bring the fruit of our lips and offer it unto God. നാം നാവിന്റെ അല്ലെങ്കിൽ അധരബലമെന്ന സ്തോത്രയാഗം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന് വഴിപാടായി And അർപ്പിക്കേണ്ടതായിരുന്നു. secondly, രണ്ടാമത്, the same praise would become a sacrifice. ഈ സ്തുതി എന്ന് പറയുന്ന ഒരു യാഗമായിട്ട് മാറാം. സ്തുതി എന്ന് പറയുന്നത് വഴിപാടാകാം, സ്തുതി എന്ന് പറയുന്നത് യാഗവുമാണ്. How does it become a sacrifice? എങ്ങനെയാണ് സ്തുതി യാഗമാകുന്നത്? When you offer a sacrifice, ഈ യാഗം നിങ്ങൾ അർപ്പിക്കുമ്പോൾ there is always a suffering. അതിന് പിന്നിൽ ഒരു സഫറിങ്, ഒരു കഷ്ടതയുള്ളതായി കാണാൻ സാധിക്കും. It was easy for Abraham to offer offerings to the Lord. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വഴിപാട് അർപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു. But one day the Lord said, offer your son as a sacrifice. നിന്റെ പുത്രനെ യാഗമായിട്ട് അർപ്പിക്കാനാണ് പിന്നീട് പറയുന്നത്. That's very difficult. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. So the same praise which we have done with gladness and joy, sometimes that praise becomes little difficult. വളരെ ലഘുവായിട്ട് എളുപ്പം വളരെ അനായാസേന ദൈവത്തിന് കൊടുത്തതായിട്ടുള്ള ഈ സ്തുതിയും ആരാധന എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ കൊടുക്കാനായിട്ടൊരു വിഷമം അല്ലെങ്കിൽ അതിന് വലിയ കഷ്ടത, ഒരു പ്രയാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. വില കൊടുക്കുന്നു. When will it happen? എപ്പോഴാണ് അങ്ങനെയുള്ള അനുഭവം വരുന്നത്? Suppose ഉദാഹരണമായിട്ട് in our life നമ്മുടെ ജീവിതത്തില് we go through some very difficult situations. വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നതായിരിക്കാം. Sometimes a separation of some dear ones in our family. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവർ വേർപെടുക, Or we go through a terrible situation in our office of humiliation and suffering. നമ്മുടെ ഓഫീസില് താഴ്മയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ വിധത്തിലുള്ളതായുള്ള സാഹചര്യങ്ങൾ നമ്മൾ കടന്നു We are going പോകുന്ന through a terrible financial crisis. നാം സാമ്പത്തികമായ വളരെയധികം പ്രയാസങ്ങൾ കടന്നു Or we പോകുക, are going through a terrible trial in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പരിശോധനയിലൂടെ കടന്നു പോകുക. And now on Sunday morning we come. അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഞായറാഴ്ച രാവിലെ ഒരുമിച്ച് കൂടും. And one brother starts, I was glad when they said unto me, let us go into the house of the Lord. അപ്പോൾ ഒരാൾ പാടി ഐ വാസ് ഗ്ലാഡ്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചെന്നുള്ള പാട്ട് പാടി. And one brother started singing a song, I will enter his gates with thanksgiving in my heart. He has made me glad and everybody is smiling. But I am not able to smile as freely as others are smiling. ഒരു സഹോദരൻ പാടുകയാണ്, ദൈവം എന്നെ സന്തോഷമുള്ളവനാക്കി തീർത്തു എന്ന് പാടുന്നുണ്ടെങ്കിലും എന്നെ സമയത്തോളം ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളാല് മറ്റുള്ളവർ സന്തോഷിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റാതെ വരുന്നു. ആ സെയിം പാട്ട് തന്നെ പണ്ട് അർപ്പിച്ച വഴിപാട് പോലെ സന്തോഷത്തോടെ ഫ്രീ ആയിട്ടും കൊടുക്കാൻ പറ്റുന്നില്ല. He has made me glad എന്ന് പാടുന്ന സമയത്ത് മനസ്സിനകത്ത് വലിയ ദുഃഖമുണ്ട്. അപ്പൊ സന്തോഷം മുഴുവൻ എന്നെ ആക്കി എന്ന് പറയുമ്പോൾ സങ്കടത്തോടു കൂടിയാണ് അത് പറയുന്നത്. There's a sacrifice involved in expressing those words of gratitude and gladness to God. ദൈവത്തിനോട് അവൻ ചെയ്താലുള്ള ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതാണ് സാഹചര്യത്തിൽ അതിന് പിന്നിൽ ഒരു വില കൊടുക്കുന്ന അനുഭവം, ഒരു വേദനാജനകമായ അനുഭവം നിലനിൽക്കുന്നത്. But both ways, a child of God cannot keep quiet in the house of God. That's why. എങ്ങനെയായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ശാന്തനായിരിക്കാൻ പറ്റുകയില്ല. Yeah, his praise either will be an offering freely flowing happily and joyfully, or the praise will rise up unto God as a sacrifice with real difficulties. ഒന്നുകിലും ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ അനായാസേന ദൈവത്തിന്റെ സന്നിധിയിൽ വളരെയധികം സന്തോഷത്തോടെ പാടി കർത്താവിനെ സ്തുതിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താൻ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ വേറെ വിധത്തില് ചില സമയങ്ങളിൽ ഒരു സാക്രിഫൈസ് ആയിട്ട് യാഗമായിട്ട് അതേ പാട്ടും സ്തുതികളും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. Do you understand what I'm saying? പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. But in both cases, രണ്ട് we are to praise the Lord. Amen. എങ്ങനെയായാലും ദൈവത്തെ സ്തുതിക്കണം. We are to praise our God. We are to bring our praises to our God. എങ്ങനെയായാലും നമ്മുടെ സ്തുതിയായ സ്തോത്രങ്ങളെ ദൈവത്തിന് കൂടെ അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. Now turn with me to Psalms 42 and verse 5. 42 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. Someone please read, both in English and
Why Right. are you in despair, O my soul? Hmm. And why have you become disturbed within me? Hmm. Hope in God, for I shall again praise him for the help of his presence. Yeah. Is that King James? Well, this is the NASB. Yeah. Can somebody read in King Why James? art thou cast down, O my soul? Oh, why art thou cast down, my soul? Read again. And why art thou disquieted in me? Hope thou in God, for I shall yet praise him for the help of his countenance. Praise the Lord. മലയാളത്തിൽ വായിക്കട്ടെ. എന്റെ ആത്മാവേ, നീ വിശ്വാസത്തിനുള്ളിൽ നിറങ്ങുന്നത് ആ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. Praise the Lord. David is telling to his own soul, why art thou cast down? ദാവീദ് തന്റെ തന്നെ ആളോട് ചോദിക്കാം, നീ എന്തിനാ എന്റെ ഉള്ളിൽ വിഷാദിച്ച് അരങ്ങുന്നത്? Psalm 103 and verse 1. 103 സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം. Please read. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. Praise the Lord, my soul, all being. Praise his holy name. Bless the Lord, O my soul, O Lord, my God. Thou art very great. Yeah. Thou art clothed with honor and majesty. Right. Bless the Lord, O my soul. So David, in Psalm 42 and verse 5, we see, why art thou my soul cast down? ദാവീദ് ചോദിക്കുകയാണ്, എന്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്തിനാണ്? In other words, David had such times in his life where his soul was not willing to rise up in praise. അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ആത്മാവ് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണമുള്ള കഴിവില്ലാത്തൊരു അവസ്ഥയിലേക്ക് വിഷാദിച്ച് ഞരങ്ങുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയെന്നാ പറയുന്നത്. But he says to himself, എന്നാൽ അവൻ അവനോട് തന്നെ പറയുകയാണ്, why are your soul cast down? Come on, praise the Lord. എന്റെ ആത്മാവ് നീ എന്തിനാ വിഷാദിച്ച് ഞരങ്ങുന്നത്? എഴുന്നേൽക്ക. Come on, praise the Lord. ആ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുക. Yeah, I believe that each one of us would have such times, but we need to really praise the Lord, not because we feel like, but we are to choose to praise the Lord. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നാലും നാം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുണ്ട്. നാം അത് തെരഞ്ഞെടുക്കുന്നതല്ല, നാം അത് Not because I feel like doing it. ഞാൻ എനിക്കത് ചെയ്യണം തോന്നുകയല്ല, പിന്നെയോ ഞാനത് ചെയ്യാൻ വേണ്ടി അത് തെരഞ്ഞെടുക്കുകയാണ് Yeah, ചെയ്യുന്നത്. I need to choose to praise the Lord. ദൈവത്തെ സ്തുതി We are gathered as the body of the Lord, and we lift our hearts in one accord. For he does not dwell in buildings made of stone. He dwells within the hearts of men alone. We're the hands, we're the feet, we're the ears, we're the eyes, and he's the head of whose blood we are supplied. And as our hearts touch the union's form which cannot be disjoined, we are made visible, the body of the Lord. We're the hands, we're the feet, we're the ears, we're the eyes. He's the head of whose blood we are supplied. And as our hearts touch the union's form which cannot be disjoined, we are made visible, the body